കോഴിക്കോട് റെയിൽവേ സ്റ്റേഷൻ അന്താരാഷ്ട്ര നിലവാരത്തിലേക്ക് ഉയർത്തുന്നതിനായി നടക്കുന്ന നിർമ്മാണ പ്രവർത്തനങ്ങൾ ഇഴഞ്ഞു നീങ്ങുന്നു. 3 വർഷത്തെ സമയപരിധി നൽകിയ പദ്ധതി നിലവിൽ യാത്രക്കാർക്ക് പ്രതിസന്ധിയുണ്ടാക്കുകയാണ്. പരിസരത്ത് ഗതാഗത കുരുക്കിനും കാരണമാകുന്നു. ആവശ്യത്തിന് തൊഴിലാളികളില്ലാത്തതാണ് മെല്ലെപ്പോക്കിന്റെ പ്രധാന കാരണം. കോഴിക്കോട് റെയിൽവേ സ്റ്റേഷന്റെ നവീകരണ പ്രവർത്തനങ്ങൾക്കായി 450 കോടി രൂപയുടെ വലിയ പദ്ധതികൾക്കാണ് രൂപം നൽകിയിട്ടുണ്ടായിരുന്നത്. അടുത്ത കൊല്ലം ഈ നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തീകരിക്കണമെന്നുള്ളതായിരുന്നു കരാർ. എന്നാൽ ഇപ്പോഴും ഇവിടെ നിർമ്മാണം പകുതി പോലും പൂർത്തീകരിക്കാതെ ഇഴഞ്ഞു നീങ്ങുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ആരോപണം. ഇത് യാത്രക്കാർക്കും വലിയ ദുരിതം സൃഷ്ടിക്കുന്നുണ്ട്. 2024 ജൂണിലാണ് 3 വർഷത്തെ സമയപരിധി നിശ്ചയിച്ച് കരാർ കമ്പനിക്ക് കോഴിക്കോട് റെയിൽവേ സ്റ്റേഷൻ നവീകരിക്കുന്ന പ്രവർത്തനം നൽകിയത്. എന്നാൽ മന്ദഗതിയിലുള്ള നിർമ്മാണ പ്രവർത്തനം ഗതാഗതക്കുരുക്ക് മുതൽ വെള്ളക്കെട്ടിന് വരെ കാരണമാകുന്നു. നിർമ്മാണ പ്രവർത്തനത്തിന്റെ ഭാഗമായി വെയിറ്റിംഗ് റൂം ഉൾപ്പെടെയുള്ള നിരവധി യാത്രക്കാർക്ക് ആവശ്യമുള്ള അമ്യൂണിറ്റീസ് എല്ലാം പൊളിച്ചിട്ടിരിക്കുകയാണ്. എന്നാൽ വർക്ക് ഒരു ഭാഗത്ത് അനന്തമായി നീണ്ടുകൊണ്ടിരിക്കുന്നു. സ്വാഭാവികമായിട്ടും റെയിൽവേയുടെ അടിയന്തര ഇടപെടലുകൾ ഇതിൽ ആവശ്യമാണ്. റെയിൽവേ അഡീഷണൽ ജനറൽ മാനേജറുമായി 1 മാസങ്ങൾക്ക് മുമ്പ് തന്നെ ഈ വിഷയം ZRCC മെമ്പർ എന്ന നിലയ്ക്ക് ശ്രദ്ധയിൽപ്പെടുത്തിയിരുന്നതാണ്. അദ്ദേഹം നേരിട്ട് റെയിൽവേ സ്റ്റേഷൻ സന്ദർശിക്കുകയും ചെയ്തിട്ടുള്ളതാണ്. പക്ഷേ കരാർ കമ്പനി നിലവിലുള്ള സാഹചര്യത്തിൽ തന്നെയാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇത്രയും വലിയ തുകയുടെ ബൃഹത് പദ്ധതി പൂർത്തീകരിക്കാൻ ആവശ്യത്തിന് തൊഴിലാളികളില്ല. 30 മുതൽ 40% മാത്രം തൊഴിലാളികളെ വെച്ചാണ് നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്നത്. ഇത് പദ്ധതി ഇഴഞ്ഞു നീങ്ങാൻ കാരണമായി. ഇതോടെ റെയിൽവേ കരാർ കമ്പനിക്ക് അന്ത്യശാസനം നൽകിയിരിക്കുകയാണ്. 400 പേർ ഒരേ സമയം ജോലി ചെയ്യുന്ന സ്ഥാനത്താണ് ഇത്രയും കുറവ് തൊഴിലാളികളുള്ളത്. നിലവിലെ കെട്ടിടങ്ങളുടെ 90% പൊളിച്ചു മാറ്റാനുള്ള നടപടികൾക്ക് പോലും കാലതാമസം നേരിട്ടു. റെയിൽവേയുടെ ഭൂമിയിലൂടെ കടന്നുപോകുന്ന 2 പ്രധാന കാനകൾ മാറ്റിസ്ഥാപിക്കുന്നതിനും സ്റ്റേഷനിലേക്കുള്ള സമീപ റോഡുകൾ പുനർനിർമ്മിക്കുന്നതിനുമുള്ള ജോലികളും വൈകുകയാണ്. അടുത്ത വർഷം ജൂലൈ മാസത്തോടുകൂടി എല്ലാ നിർമ്മാണ പ്രവർത്തനങ്ങളും പൂർത്തീകരിക്കേണ്ടതാണ്. എന്നാൽ പ്രധാന ടെർമിനലുകളുടെ നിർമ്മാണം പോലും പ്രാരംഭഘട്ടത്തിലാണ്. ഏറ്റവും കൂടുതൽ ആളുകൾ ആശ്രയിക്കുന്ന റെയിൽവേ സ്റ്റേഷൻ കൂടിയാണ് കോഴിക്കോടുള്ളത്. യാത്രക്കാർക്ക് ഈ നിർമ്മാണ പ്രവർത്തനം സൃഷ്ടിക്കുന്നത് വലിയ ദുരിതമാണ്. ഇതിനെതിരെ വലിയ പ്രതിഷേധവും ഈ ഘട്ടത്തിൽ ഉയർന്നു വരികയാണ്. ക്യാമറ പേഴ്സൺ ജയ്സൽ ബാബു പീലാശ്ശേരിക്കൊപ്പം നന്ദഗോപാൽ, മീഡിയ 1, കോഴിക്കോട്. ടി നന്ദഗോപാൽ തത്സമയ വിവരങ്ങൾ നൽകാനായി ചേരുകയാണ്. നന്ദഗോപാൽ, ഇപ്പോൾ റെയിൽവേ സ്റ്റേഷനിൽ ഒരിക്കലെങ്കിലും പോയിട്ടുള്ള ആളുകൾക്കറിയാം, ഒരു ടോട്ടൽ മെസ്സാണ് അവിടെ. അതിനപ്പുറത്തേക്ക് ഈ നിർമ്മാണ പ്രവർത്തനങ്ങൾ ഇഴഞ്ഞു നീങ്ങുന്നു എന്ന് പറയുമ്പോൾ പറഞ്ഞ സമയത്തിനുള്ളിൽ എന്തായാലും പണി പൂർത്തീകരിക്കാൻ കഴിയില്ല എന്ന് തന്നെയാണോ? 2024 റെയിൽവേ ഈ കരാർ നൽകിയിട്ടുണ്ടായിരുന്നത്. 3 വർഷത്തെ കരാറായിരുന്നു. അതായത് 2027 ഇതിന്റെ പ്രവർത്തനങ്ങളൊക്കെ തന്നെ പൂർത്തീകരിക്കേണ്ടതുണ്ട്. അങ്ങനെയെങ്കിൽ ഒരു 50% പണി ഇതിനോടകം ഇവിടെ പൂർത്തീകരിച്ചിരിക്കേണ്ടതാണ്. അത് ഇപ്പോഴും നടന്നിട്ടില്ല എന്നുള്ളതാണ്. ഏതാണ്ട് 15% പണികൾ മാത്രമാണ് പൂർത്തീകരിച്ചിട്ടുള്ളൂ എന്നുള്ള ഞെട്ടിക്കുന്ന ഒരു വിവരം കൂടെ ഈ ഘട്ടത്തിൽ പറയുകയാണ്. അതായത് അവിടെ കെട്ടിടങ്ങളൊക്കെ പൊളിച്ചു മാറ്റേണ്ടതുണ്ട്. അതിന്റെ പണികൾ പോലും കഴിഞ്ഞിട്ടില്ല. 90% ഇനിയും അത് പൊളിച്ചു മാറ്റാനുണ്ട്. അങ്ങനെ വലിയ തോതിൽ ഈ പണി ഇഴഞ്ഞു നീങ്ങുന്നു എന്നുള്ളതാണ്. നമ്മൾ നേരത്തെ ദൃശ്യങ്ങളിൽ കണ്ടു, ഒരു വലിയ കല്ല് എടുത്തു മാറ്റാൻ പോലും സാധാരണ പ്ലാസ്റ്റിക് കയറുകളാണ് ഉപയോഗിക്കുന്നത്. അങ്ങനെ അത് പൊട്ടി അവിടെ പോലും കുറെ അധികം സമയം നഷ്ടപ്പെടുന്നു. അതോടൊപ്പം തന്നെ ആവശ്യത്തിന് തൊഴിലാളികളില്ല. ഏതാണ്ട് 400 തൊഴിലാളികൾ ഒരേ സമയം ഇവിടെ ജോലി ചെയ്യേണ്ടതുണ്ട്. പക്ഷേ 30% തൊഴിലാളികൾ മാത്രമേ അവിടെ നിർമ്മാണ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നുള്ളൂ. അത് യാത്രക്കാർക്ക് വലിയ പ്രതിസന്ധി അവിടെ സൃഷ്ടിക്കുന്നുണ്ട്. പ്രത്യേകിച്ചും കുറെ അധികം ആളുകൾ വരുന്ന തിരക്കുള്ള ഒരു റെയിൽവേ സ്റ്റേഷൻ കൂടിയാണ്. അവിടെയാണ് പൂർണ്ണമായും എല്ലാം പൊളിച്ചിട്ട് യാത്രക്കാർക്ക് ട്രെയിൻ കയറാനുള്ള കൃത്യമായ സൗകര്യങ്ങളൊന്നും ഇല്ലാത്തത്. പുറത്ത് പരിസരത്താണെങ്കിലും വലിയ ഗതാഗത കുരുക്ക് ഇതിനോടകം രൂപപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ട്. സമീപത്തുള്ള ബസ് സ്റ്റോപ്പ് പോലും പൊളിച്ചു നീക്കിയ അവസ്ഥയാണുള്ളത്. അപ്പോൾ ബസ്സുകൾക്ക് കൃത്യമായി നിർത്താൻ സ്ഥലമില്ല, വാഹനങ്ങൾ പാർക്ക് ചെയ്യാൻ സൗകര്യമില്ല. അത് ആളുകൾ തമ്മിലുള്ള തർക്കത്തിലേക്കും കാര്യങ്ങൾ നീളുകയാണ്. സംഭവത്തിൽ ഏതായാലും ഈ കരാർ കമ്പനിക്ക് റെയിൽവേ അന്ത്യശാസനം നൽകിയിട്ടുണ്ട്. പക്ഷേ ഇതേ കരാർ കമ്പനി എറണാകുളത്തെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ഏറ്റെടുത്തിട്ട് അവിടെയും പ്രശ്നങ്ങൾ ഉണ്ടായി എന്നുള്ളതാണ് ലഭിക്കുന്ന വിവരം. സംഭവത്തിൽ കരാർ കമ്പനി ഏതെങ്കിലും തരത്തിലുള്ള നടപടികളിലേക്ക്, അടുത്ത ഘട്ടത്തിലേക്കുള്ള നടപടികളിലേക്ക് പോകുമോ എന്നുള്ളതാണ് ഇനി നോക്കേണ്ടത്. ഏതായാലും റെയിൽവേ ഇതുമായി ബന്ധപ്പെട്ട അന്ത്യശാസനം നൽകി കഴിഞ്ഞിട്ടുണ്ട്. എത്രയും പെട്ടെന്ന് പണി പൂർത്തീകരിക്കേണ്ടതുണ്ട് എന്നുള്ളതാണ് റെയിൽവേ ചൂണ്ടിക്കാട്ടിയിരിക്കുന്ന കാര്യം. ഇതിനിടെയാണ് അവിടെ വലിയൊരു ക്ലോക്ക് ടവർ പൊളിഞ്ഞു വീഴുകയും ചെയ്തിട്ടുള്ളത്. ഭാഗ്യത്തിന് മാത്രമാണ് ആളുകൾ അപകടമൊന്നും സംഭവിക്കാണ്ട് രക്ഷപ്പെട്ടു പോയിട്ടുള്ളത്. അപ്പോൾ ബാക്കി ടവറുകളൊക്കെ പൊളിക്കുന്ന പ്രവർത്തനങ്ങളിലേക്ക് കൂടെ കടന്നിട്ടുണ്ട്. പക്ഷേ
ഇതൊക്കെ എത്ര നാൾ നീണ്ടുപോകുമെന്നുള്ളതാണ് എല്ലാവരും ചോദിക്കുന്ന പ്രധാനപ്പെട്ട കാര്യം. ഏതായാലും യാത്രക്കാർക്ക് വലിയ ദുരിതം തുടരുകയാണ്. അടുത്ത വർഷം ജൂലൈയോടുകൂടി ഈ പണികൾ പൂർത്തിയാകുമോ എന്ന കാര്യത്തിൽ യാതൊരു വിധത്തിലുമുള്ള ഉറപ്പും നൽകാൻ സാധിക്കാത്ത അവസ്ഥയാണ് നിലവിലുള്ളത്. ശരി, അപ്പോൾ പണി ഇങ്ങനെ എഴിഞ്ഞു പോകുന്നത് കൊണ്ട് തന്നെ യാത്രക്കാരുടെ ദുരിതവും ഇരട്ടിയാവുകയാണ്. അപ്പോൾ ഇനി ഇത് എപ്പോൾ പൂർത്തീകരിക്കുമെന്നുള്ള കാര്യത്തിലാണ് കൃത്യമായ ഉറപ്പുകൾ ലഭിക്കാത്തത്. ടി നന്ദഗോപാലാണ് വിവരങ്ങൾ നൽകിയത്.